നമസ്കാരം. നമ്മളുടെ സംസ്ഥാനത്തെ എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഈ പറയുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് പദ്ധതി ഒന്ന് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് 15,000 രൂപ വരെ ലഭിക്കുന്ന ഒരു സ്കീമാണ്. പാഴാക്കാതിരിക്കുക. ഈ സുവർണ അവസരം 2026 ജനുവരി മാസം 20-ാം തീയതി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വിവിധ സ്കോളർഷിപ്പ് പദ്ധതികളിലേക്കുള്ള അപേക്ഷയാണ് ഈ സമയത്ത് വിളിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു പദ്ധതിയാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ക്യാഷ് അവാർഡ്. ഇത് വിദ്യാർത്ഥികളുടെ മാർക്കിന് അവർ നേടിയ അധ്വാനത്തിന് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് നൽകുന്ന ക്യാഷ് അവാർഡാണ്. 10,000 രൂപ മുതൽ 15,000 രൂപ വരെയാണ് വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ സമയം തന്നെ നൽകുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളുടെ തുക വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും. ഈ ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടി ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള, അതായത് ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ജൈന, സിഖ്, പാഴ്സി മതങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ടായിരിക്കും. 2024-25 അക്കാദമിക വർഷത്തെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അപേക്ഷകൾ വയ്ക്കേണ്ടത്. അതായത് SSLC, +2 കോഴ്സുകൾ, VHSC കോഴ്സുകളിലെല്ലാം ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഡിഗ്രി തലത്തിലൊക്കെ ആണെങ്കിൽ 80% അതിന് മുകളിലും മാർക്ക് വേണം. PG കോഴ്സുകളൊക്കെ പഠിച്ചവരാണെങ്കിൽ അവർക്ക് 75% അതിന് മുകളിലും മാർക്കുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ കുടുംബ വാർഷിക വരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുക. BPL റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണന നൽകുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും BPL കാർഡ് ഉണ്ടാവണമെന്നില്ല. എങ്കിൽ APL കാർഡ് ആയിരുന്നാലും മതി. പക്ഷേ അപ്പോൾ വാർഷിക വരുമാനം തെളിയിക്കണം. വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി. അത് എത്രത്തോളം താഴ്ന്നോ അത്രത്തോളം നമുക്ക് ഗുണമാണ് ഉണ്ടാകുന്നത്. കാരണം കുറഞ്ഞ വാർഷിക വരുമാനമുള്ളവർക്ക് മുൻഗണന, കൂടുതൽ മാർക്കുള്ളവർക്ക് മുൻഗണന. അത് രണ്ടും ഒരു പ്രത്യേക അനുപാതത്തിൽ പരിഗണിച്ചായിരിക്കും ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം സ്കോളർഷിപ്പ് ഉണ്ട്. ഇത് ക്യാഷ് അവാർഡ് സ്കീം ആയതുകൊണ്ട് തന്നെ മറ്റ് സ്കോളർഷിപ്പിലേക്ക് രജിസ്റ്റർ ചെയ്തവർക്കും ഇതിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും. ഇത് ഒറ്റത്തവണ ലഭിക്കുന്ന ഒരു ക്യാഷ് അവാർഡ് പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഈ ക്യാഷ് അവാർഡ് സ്കീമിലേക്ക് ജനുവരി മാസം 20-ാം തീയതിക്ക് മുൻപ് ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിച്ചിരിക്കണം. SSLC ഒക്കെ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2024-25 അക്കാദമിക വർഷത്തിൽ അവർ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് മാറി പിന്നീട് +1 ഒക്കെ ആയപ്പോഴേക്കും മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്ത് ഇപ്പോൾ പഠനം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ മുൻപ് പഠിച്ച സ്ഥാപനം ഏതാണോ അവിടെയാണ് എത്തിച്ചേർന്ന കൃത്യമായിട്ട് ഈ അപേക്ഷ, അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, പ്രിൻ്റ് ഔട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കേണ്ടത്. മുൻപ് പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏൽപ്പിക്കുക. ഇനി അതോടൊപ്പം തന്നെ ഡിഗ്രി കോഴ്സുകളെല്ലാം 80% മുകളിൽ മാർക്ക് വാങ്ങി വിജയിച്ചു, മറ്റേതെങ്കിലും കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ക്യാഷ് അവാർഡിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്, അതായത് ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് അനുബന്ധ രേഖകളെല്ലാം നമ്മൾ മുൻപ് പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണോ അവിടെയാണ് ഇത് എത്തിക്കേണ്ടത്. അതിനുശേഷം നമ്മളുടെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാളാണ് ഇത് വെരിഫിക്കേഷൻ ചെയ്ത് അത് സംസ്ഥാന തലത്തിലേക്ക് അയക്കേണ്ടതും അവിടുന്ന് ഫൈനൽ വെരിഫിക്കേഷന് ശേഷം എമൗണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും. വിദ്യാർത്ഥിയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് കൃത്യമായിട്ട് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ SSLC സർട്ടിഫിക്കറ്റ്, ആധാർ, ബാങ്ക് ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ നമ്മളുടെ പേഴ്സണൽ വിവരങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്ന വിവിധ ഡോക്യുമെൻറ്റുകളെല്ലാം തന്നെ ഇതോടൊപ്പം ഉണ്ടാകണം. ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ID പോലുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് നൽകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വരുമാന സർട്ടിഫിക്കറ്റും റേഷൻ കാർഡും അത് ഏതാണോ നമ്മളുടെ കൈവശമുള്ളത് അത് കൃത്യമായിട്ട് സമർപ്പിക്കുന്ന കാര്യം കൂടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. രക്ഷിതാക്കൾ കൂടി ഈ കാര്യങ്ങളിൽ മുൻഗണന എടുക്കുക. എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.